നമ്മുടെ സ്വന്തത്തിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. എന്നാലാണ് ഒരുത്തന്റെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. ഒരുത്തന്റെ ഈമാൻ പൂർണ്ണ. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ താടിയിൽ എന്ത് ഈമാനുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഒരു റസൂലുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രത്തിൽ എന്ത് ഈമാനുള്ളത്, അല്ലെങ്കിൽ റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ള സുന്നത്തായ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതിൽ എന്ത് ഈമാനുള്ളത്, ബാഹ്യമായിട്ട് എന്ത് ഈമാനുള്ളത്? അത് ശുദ്ധമായ അബദ്ധമാണ് ചോദ്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് എന്തായിരുന്നോ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കാൻ, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ പിൻപറ്റാൻ പരിശ്രമിക്കും. റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ ബാബു ഹുഖൂഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യതകൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്ന ബാബാണ് നാം കഴിഞ്ഞ ദർസിൽ തുടങ്ങിയത്. അതിൽ കുറച്ച് ഹദീസുകൾ കൂടി ആ ബാബിൽ ബാക്കിയുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ കിതാബിലെ 85-ാമത്തെ ഹദീസാണ് അടുത്തത്. വലഹുമാ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ, അതാരിലാണോ 3 കാര്യങ്ങളുള്ളത് അവൻ ഈമാനിൻ്റെ മാധുര്യം അവനുണ്ടാകും, അല്ലെങ്കിൽ അവനത് ആസ്വദിക്കും. വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അഫ്വൻ അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് മറ്റെന്തിനേക്കാളും അവന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്. രണ്ടാമത്തെ കാര്യം, വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. മൂന്നാമത്തേത്, വ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. വ അൻ യക്റഹ അവൻ വെറുക്കും, അൻ യഊദ ഫിൽ കുഫ്രി കുഫറിലേക്ക് മടങ്ങുന്നത്, ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു ആ കുഫറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തിയതിനു ശേഷവും അവൻ വെറുക്കും കുഫറിലേക്ക് മടങ്ങുന്നത്. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ അവൻ നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് എറിയപ്പെടുന്നത് എത്രത്തോളം വെറുക്കുമോ അതുപോലെ അവൻ കുഫറിലേക്ക് മടങ്ങുന്നതും വെറുക്കും. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഈ ബാബിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാം വീട്ടി കൊടുക്കേണ്ട ഹക്കുകളുണ്ട്, നമുക്കുള്ള കടമകളും ബാധ്യതകളുമുണ്ട്. അതിൽ ചിലത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അനുസരിക്കണം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കും. അപ്പം ഈമാൻ എന്തുണ്ടെന്ന് മനസ്സിലായി, ഈമാനിനൊരു മാധുര്യമുണ്ട്, ഒരു ആസ്വാദനമുണ്ട് എന്ന് മനസ്സിലായി. എല്ലാ മുസ്ലിമീങ്ങൾക്കും ചിലപ്പോൾ അത് ലഭിച്ചു കൊള്ളണമെന്നില്ല. മുസ്ലിമായി ജീവിക്കുന്നുണ്ടായിരിക്കും, നമസ്കരിക്കുന്നുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാകും, പക്ഷെ ഈമാനിൻ്റെ മാധുര്യം അവന് ലഭിച്ചു കൊള്ളണമെന്നില്ല.
അപ്പോൾ ഈമാനിന്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകുമ്പോൾ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എത്രത്തോളം ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ്. ഇതിൽ ഒന്നാമത്തേതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? അതാണ് നമ്മുടെ മഹല്ല് ഷാഹിദ്, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലുമായിരിക്കണം മറ്റ് എന്തിനേക്കാളും, അല്ലാഹുവും റസൂലുമല്ലാത്ത മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം അവൻ ഏറ്റവും പ്രിയപ്പെട്ടതും അവൻ ഏറ്റവും ഇഷ്ടമുള്ളതും അല്ലാഹുവും റസൂലുമായിരിക്കണം. അതവൻ്റെ സ്വന്തത്തെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ കുടുംബക്കാരെക്കാളും അവൻ്റെ വസ്തുവകകളെക്കാളും എന്ത് കാര്യത്തിനേക്കാളും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമായിരിക്കണം. ഇനി അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹവും ഇതല്ലാത്ത മറ്റുള്ള എന്തെങ്കിലും വസ്തുവിനോടുള്ള സ്നേഹവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്ന അവസ്ഥ ഏതൊഴിവാക്കണം? അള്ളാഹും റസൂലും അല്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കേണ്ടി വരും. അള്ളാഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമാണ് അവന് ആദ്യം പരിഗണിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ചിട്ടുള്ള ആയത്താണ്. നിങ്ങളുടെ മാതാപിതാക്കളോ സന്താനങ്ങളോ സഹോദരങ്ങളോ ഇണകളോ കുടുംബക്കാരോ സമ്പത്തോ, നിങ്ങൾ മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടമോ, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട പാർപ്പിടമോ, ഈ കാര്യങ്ങളാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഇഷ്ടപ്പെട്ടത് എന്നൊരവസ്ഥ വന്നാൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നോളി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനം വന്നെത്തുന്നത്, അത് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ വന്നെത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ആദ്യം ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മളൊന്നും ഇവിടെ ജീവിക്കുന്നത് കുറെ കല്യാണം കഴിക്കാനോ കുറെ കുട്ടികൾ ഉണ്ടാവാനോ കുറെ സമ്പത്ത് ഉണ്ടാക്കാനോ കുറെ വീട് വെക്കാനോ ഒന്നുമല്ല. ജീവിത ലക്ഷ്യം അതല്ല. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണത്. ജീവിത ലക്ഷ്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏതൊന്നിനാണോ ഒരുത്തൻ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം വിട്ടിട്ട് അവന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കിയെടുത്ത അവന്റെ അവസ്ഥ എന്താവും? അതാണ് ഇന്ന് ദുനിയാവിലെ പല ആളുകൾക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ ദുനിയാവിന്റെ വസ്തുവകകളാണ്, ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം, ഇതിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള നിലക്കായിട്ടുണ്ട്. വല്ലാഹി അല്ല, ഒരിക്കലുമല്ല. നാം ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്, നാം ജീവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്ത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾ ഒരു ഹദീസിൽ വന്നത് കാണാം, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ സമ്പത്ത് ഇറക്കിയിട്ടുള്ളത്. അത് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? അള്ളാഹുവിനോടും റസൂലിനോടുമായിരിക്കണം മറ്റെന്തിനേക്കാളും ഒരാൾക്ക് ഹബ്ബ് ഉണ്ടാകേണ്ടത്, അഥവാ അവൻ ഇഷ്ടപ്പെടേണ്ടത്. മറ്റ് എന്ത് വിഷയത്തിനേക്കാളും അവൻ അള്ളാഹുവിനോട് റസൂലിനോടായിരിക്കണം. എന്നാൽ ചില ആളുകളെ കാണാൻ സാധിക്കും, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹബ്ബിനെ കുറിച്ച് ധാരാളം സംസാരിക്കും. പല ബിദ്ഈ കക്ഷികളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹബ്ബ്, റസൂലിനെ സ്നേഹിക്കണം, അത് ഈമാനിന്റെ ഭാഗമാണ്, റസൂലിനോട് സ്നേഹം ഉണ്ടായിരിക്കണം, അത് ധാരാളം പറയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അവർക്കൊരു വിഷമായിരിക്കും.
അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബിന്റെ കാര്യം പറയില്ല. ഇവിടെ ഈ ഹദീസിൽ ഒന്നാമത് പറഞ്ഞ എന്താണ്? അൻ യകൂന അല്ലാഹു വ റസൂലുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കണം, പിന്നെ അവന്റെ റസൂലായിരിക്കണം. അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് റസൂലിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ആർക്കാ ഉണ്ടാവേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതാണ് ഒന്നാമത്തെ ദറജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ വിഷയമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ഹുബ്ബ് എന്ന് പറഞ്ഞാൽ 4 രീതിയിലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക. ഇതൊരിക്കലും ഒരാളെ മുസ്ലിം ആക്കില്ല. ഇതൊരു ഈമാനിന്റെ തെളിവല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമുള്ള സ്നേഹം. കാരണം ജൂതനസാറാക്കളിൽ പല ആളുകളും ഇന്നും അവർ അള്ളാഹുവിനോട് ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനോടുള്ള ഹുബ്ബും. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉണ്ടാവണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് ഹുബ്ബ് ഉണ്ടാവണം. ഇതാണ് ഒരാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൃഷ്ടികളിൽ. ആ റസൂലിനെ സ്നേഹിക്കാതെ ഒരിക്കലും ഒരാൾ ഇസ്ലാമിന്റെ അകത്ത് കയറില്ല. ജൂതനസാറാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന പോലുമില്ല. അപ്പൊ രണ്ടാമത്തെ ഇതാണ്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി വേറൊരാളെ സ്നേഹിക്കുക. അത് ഈമാനിന്റെ ഉന്നതമായ ദർജയാണ്. അവൻ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊരാളെ സ്നേഹിക്കുക. അത് ശിർക്കാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മുഹബ്ബത്തിലുള്ള ശിർക്കാണ്. ഈ 4 ഇനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ഹുബ്ബിലുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബാണ്. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങൾ സ്നേഹിക്കുന്നുവോ, എന്തെല്ലാം കർമ്മങ്ങൾ സ്നേഹിക്കുന്നുവോ, എന്തെല്ലാം സ്ഥലങ്ങൾ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സ്നേഹിക്കുന്നുവോ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, പറഞ്ഞ പോലെ മനുഷ്യരാകാം, വസ്തുക്കളാവാം, സ്ഥലങ്ങളാവാം, കർമ്മങ്ങളാവാം, സംസാരങ്ങളാകാം, അതെല്ലാം ഒരുത്തിന് ഇഷ്ടമുള്ളതാവും. അതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്നതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ പല ബിദ്അത്തിന്റെ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് അവർ അതിര് കവിയും. അവർ ശരിക്കും പിശാച് അവരെ കൊണ്ട് കളിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ റസൂലിനെ സമമാക്കും. എന്തിനാണ് അത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അള്ളാഹുവിന്റെ റസൂലിനെ പങ്കുചേർക്കുന്ന അവസ്ഥയുണ്ടാകും. അവർ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, ഷഫാഅത്ത് എന്നുള്ള പേരിൽ, വസീല എന്നുള്ള പേരിൽ ഇബാദത്തിന്റെ ഇനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ നീട്ടും. അതിനു വേണ്ടിയിട്ടാണ് അവർ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ജനങ്ങളിൽ പൊക്കി പറയുന്നത്. നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം പല പല സന്ദർഭങ്ങളിൽ. ഉദാഹരണത്തിന് റബീഉൽ അവ്വൽ 12-നെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത് ഈ ബിദ്അ കക്ഷികൾ. അവർ ശിർക്കിന്റെ എല്ലാ വശങ്ങളിലേക്കും എത്തുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബിന്റെ ഭാഗമാണ്. അസ്ല് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഒരുത്തനിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാം. അതോടൊപ്പം 2 കാര്യങ്ങളെ കൂടി പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എന്താണ്? വൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരുവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ആ സ്നേഹം. അള്ളാഹു തആലയ്ക്ക് വേണ്ടി മാത്രം. പലപ്പോഴും ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ്. നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണോ എന്നത്. കാരണം ഒരു മുഅ്മിൻ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടായിരിക്കണം? അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുകൊണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവനിലുണ്ട്. അതിന്റെ കാരണം കൊണ്ട് മാത്രം അവനെ ഇഷ്ടപ്പെടുക. അല്ലാതെ അവന്റെ സൗന്ദര്യമോ അവന്റെ സമ്പത്തോ അവന്റെ മറ്റൊരു നേട്ടവും നമുക്ക് ആകർഷണമായി തോന്നില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരിക്കും. ഒന്ന്, അവന്റെ ജമാല്, അവന്റെ സൗന്ദര്യം, അവന്റെ സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങളോട് ഇഷ്ടം തോന്നാം. 2, അവന്റെ കമാലിയാത്ത്, അവന്റെ പൂർണ്ണത, അവന്റെ കഴിവുകൊണ്ട്. അവന് പ്രത്യേകമായ കഴിവുകളുണ്ട്,
നമുക്കില്ലാത്ത പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടൊരു ഹബ്ബ് തോന്നുന്നുണ്ടാവും. ഇന്ന് പല ആളുകൾക്കും ഫുട്ബോൾ കളിക്കാരോടും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ അവനെക്കാട്ടും കഴിവുള്ള ആളുകളോട് തോന്നുന്ന ഒരു തരം. 3 നവാല്, അവനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും, അവന് നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടാവും. ഈ 3 കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ആ ഹബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം, അവനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നവനാണ് അവൻ, തൗഹീദ് ഉള്ളവനാണ് അവൻ, സുന്നത്തിനോട് കൂറ് കാണിക്കുന്നവനാണ് അവൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് അവൻ. ഈ ഒറ്റ കാരണം കൊണ്ട് അവനെ സ്നേഹിക്കാൻ പറ്റുക, അത് ഏറ്റവും ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകൾ അതിനുപയോഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ അല്ലേക്കണം. ഒരു ഹദീസ് നമുക്ക് കാണാം, ഒരു വ്യക്തി അവന്റെ അടുത്ത ഗ്രാമത്തിലുള്ള തന്റെ സഹോദരനെ കാണാൻ വേണ്ടി അവൻ പോവുകയായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയക്കും. എന്നിട്ട് ഇവനോട് ചോദിക്കും, നീ എന്തിനാണ് അവനെ കാണാൻ പോകുന്നത്? നിനക്ക് എന്തെങ്കിലും കച്ചവടം ഉണ്ടോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും എനിക്ക് തരാനുണ്ടോ, കടം തരാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും. അപ്പൊ ഈ വ്യക്തി പറയും, ഇല്ല, ഞാൻ അവനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവനെ കാണാൻ പോവുകയാണ്, അതുകൊണ്ട് അവനെ ഒന്ന് സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പൊ മലക്ക് പറയും, നീ അവനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു, നീ അവനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്നാണ് സാധിച്ചത് ഒരു മുഅ്മിനായ നമ്മുടെ സുഹൃത്തിനെ ഈ ഒരൊറ്റ നിയ്യത്തിൽ പോയി സന്ദർശിക്കാൻ നമുക്ക് എന്നാ സാധിച്ചിട്ടുള്ളത്? നാം ആലോചിച്ചു വെക്കണം, എത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച ആളുകൾ നാളെ പ്രവാചകന്മാരും ശുഹദാക്കളും പോലും അസൂയപ്പെട്ടു പോകുന്ന പ്രകാശത്തിന്റെ മിമ്പറിലായിരിക്കും യൗമുൽ ഖിയാമയിൽ. അവരുടെ സ്ഥാനം അത്ര മഹത്തരമായിരിക്കും. അതുപോലെ അർശിന്റെ തണൽ ലഭിക്കുന്നവർ, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, നമ്മൾ എല്ലാവരും എങ്ങനെ സ്നേഹിക്കാൻ പഠിക്കേണ്ടത്? നമ്മുടെ ഭാര്യമാരാവട്ടെ, മക്കളാവട്ടെ, കുടുംബമാവട്ടെ, സന്താനങ്ങളാവട്ടെ, അയൽവാസികളാവട്ടെ, എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ പഠിച്ചാൽ ഉറപ്പ് നമുക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും ശക്തമായ കെട്ട്, ഈമാനിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ അൽ ഹബ്ബ് ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, വെറുക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. 3-ാമത്തെ കാര്യം ഈ ഹദീസിൽ പറഞ്ഞു, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. ഒരുത്തൻ കുഫറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷിച്ചു. കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, മഅസിയത്തുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷിച്ചു. ആ രക്ഷിക്കപ്പെട്ടിട്ട് അവൻ അതിലേക്ക് മടങ്ങുക എന്നത് ഒരു തീയിലേക്ക് എറിയുന്നത് പോലെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല തിന്മകളോടും നമ്മളെപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അതിയായ ഹുബ്ബോട് കൂടിയായിട്ടായിരിക്കും. ആ തിന്മ ചെയ്യാനുള്ള ആഗ്രഹവും ചിന്തയും എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. ആളുകൾ കാണുമല്ലോ, ആളുകൾ അറിഞ്ഞ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ എന്നുള്ള നിലക്ക് മാത്രം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ സഹോദരങ്ങളെ, ആ പാപമാവട്ടെ, ശിർക്കാവട്ടെ, കുഫറാവട്ടെ, അതിനോട് നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കതിനോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു കാര്യം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ഹുബ്ബോണ്ട് ഒരു ഒഴിവാക്കാം. അതിനോട് ഇഷ്ടമുള്ളതിനോടൊപ്പം ആ കാര്യം ഒഴിവാക്കാം, മറ്റു പല കാരണങ്ങളുമുണ്ട്. എന്നാൽ അതിനോടുള്ള വെറുപ്പുകൊണ്ട് ഒഴിവാക്കാം. പക്ഷെ ഒരു പാപം നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിനോടുള്ള വെറുപ്പ് കൊണ്ട് ഒഴിവാക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ആ പാപത്തിനോടുള്ള വെറുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വെറുപ്പുണ്ടായാൽ, കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വെറുക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യത്തിനോട് വെറുപ്പുണ്ടാവേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വെറുക്കുന്നു എന്നുകൊണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ അതിനോടുള്ള വെറുപ്പുണ്ടാക്കി ശീലിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ മാധുര്യം, ആസ്വാദനം നമുക്ക് ലഭിക്കും. ഇതിൽ നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും റസൂലുമായിരിക്കണം മറ്റെന്തിനേക്കാളും അവന് ഹുബ്ബുള്ളതാകേണ്ടത്. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ഹദീസ് 86-ാമത്തേത് വലഹുമ. ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ്, عنه مرفوعا لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. കഴിഞ്ഞ ഹദീസിന്റെ അതേ ആശയത്തിൽ വരുന്ന മറ്റൊരു ഹദീസാണ് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ലാ യുഅ്മിനു അഹദുക്കും, ഒരാളുടെ ഈമാനും പൂർണ്ണമാവുകയില്ല, ഒരാളും
പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല. ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാൾക്ക് ഞാൻ പ്രിയപ്പെട്ടതാകുന്നത് വരെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടതാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ സന്താനങ്ങളെക്കാൾ, മറ്റുള്ള എല്ലാവരെക്കാളും. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ സ്വന്തത്തിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം. എന്നാലാണ് ഒരുത്തന്റെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. ഒരുത്തന്റെ ഈമാൻ പൂർണ്ണ. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ താടിയിൽ എന്ത് ഈമാനുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഒരു റസൂലുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രത്തിൽ എന്ത് ഈമാനുള്ളത്, അല്ലെങ്കിൽ റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ള സുന്നത്തായ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതിൽ എന്ത് ഈമാനുള്ളത്, ബാഹ്യമായിട്ട് എന്ത് ഈമാനുള്ളത്? ശുദ്ധമായ അബദ്ധമാണ് ചോദ്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നത് എന്തായിരുന്നോ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കാൻ, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ പിൻപറ്റാൻ പരിശ്രമിക്കും. സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് താടി നീട്ടി വളർത്താൻ. അത് നിങ്ങൾ പിന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ട് താടി വടിക്കൽ നിഷിദ്ധമാക്കി, അങ്ങനെയെല്ലാം റസൂലുള്ളാഹി കൽപ്പിച്ചു. ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് സിദ്ഖോട് കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യും? റസൂലുള്ളാഹി വിരോധിച്ചത് ഒഴിവാക്കെങ്കിലും ചെയ്യും. ഈമാനിന്റെ അളവനുസരിച്ച്, റസൂലുള്ളാഹിനുള്ള ഹുബ്ബ് അനുസരിച്ച് അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യം അങ്ങനെയാണ്. ജീവിതത്തിൽ ആരും അറിയാതെ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന ഒരു സമയമാണെങ്കിലും അവൻ ഇടത്തേകാൽ ആദ്യം വെക്കുന്നത്, പുറത്തിറങ്ങുമ്പോൾ വലത്തേകാൽ വെക്കുന്നത്, കിടപ്പറയിൽ കിടക്കുമ്പോൾ ആ സുന്നത്ത് പാലിക്കുന്നത്, എല്ലാ മേഖലയിലും അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ്. ഇത് സ്വന്തത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെന്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയും മക്കളും മാതാപിതാക്കളും കുടുംബക്കാരും മറ്റൊരു ഭാഗത്തും വന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചായ്വ് എങ്ങോട്ടായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോടായിരിക്കണം. നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നാം ഇവിടെ ജീവിക്കുന്നത് ഒരിക്കലും നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് ഉണ്ടായിരിക്കുക എന്നത്. അടുത്ത ഹദീസ് ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ്, കിതാബിലെ 87ാമത്തെ ഹദീസ്. വഅനിൽ മിഖ്ദാം ഇബ്നു മഅദി കരിബ അൽ-കിൻദി റളിയല്ലാഹു അൻഹു, മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കു റജുലു മുത്തകിഅൻ അലാ അരീകതിഹി യുഹദ്ദസു ബിഹദീസിൻ മിൻ ഹദീസി. ഒരു വ്യക്തി അവനവന്റെ സോഫയിൽ ചാരി നിൽക്കുന്ന ഒരു അവസ്ഥ ആവാനായിട്ടുണ്ട്, അത് അടുത്ത് ആവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. യുഹദ്ദസു ബിഹദീസിൻ മിൻ ഹദീസി, എന്റെ ഹദീസിൽ നിന്നൊരു ഹദീസ് അവന്റെ അടുക്കൽ പിന്നെ പറയപ്പെട്ടാൽ, ഫയഖൂൽ, അവൻ പറയും, ബൈനനാ വബൈനകും കിതാബുല്ലാഹി അസ്സ വജല്ല, നമ്മുടെ ഇടയിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ കിതാബുണ്ട്, ഖുർആൻ ഉണ്ട്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹ്ലൽനാഹു, അതിലെന്താണോ ഹലാൽ കണ്ടത് അത് നമ്മൾ ഹലാലാക്കും. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാഹു, അതിലെന്താണോ ഹറാമ് കണ്ടത് അത് നമ്മൾ ഹറാമാക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അലാ വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലു മാ ഹറമല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാക്കിയാൽ അത് അല്ലാഹു ഹറാമാക്കിയതുപോലെയാണ്. റവാഹു തിർമിദി വഇബ്നു മാജ. ഒരു മുസ്ലിമിൻ ഏറ്റവും ഗൗരവത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസാണത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അല്ലെങ്കിൽ യഥാർത്ഥ ദീൻ, യഥാർത്ഥ ഹഖ്, യഥാർത്ഥ മൻഹജ് ഏറ്റവും നല്ല രീതിയിൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽപ്പെട്ട ഒരു ഹദീസാണിത്. കാരണം റസൂലുള്ളാഹി പറയുന്നത് ഒരു അടുത്ത് തന്നെ ഈ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് പറയുന്നത്. ഒരാളിങ്ങനെ ചാരി ഇരുന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് അയാളുടെ അടുത്ത് പറഞ്ഞാൽ, അയാളുടെ അടുത്ത് പറയപ്പെട്ട അയാൾ പറയും, നമുക്ക് ഖുർആൻ മതി, ഖുർആനിൽ എന്താ ഹലാലുള്ളത് അത് ഹലാല്, ഖുർആനിൽ എന്താ ഹറാമുള്ളത് അത് ഹറാമ്. ആ രീതിയിൽ നമ്മൾ എടുത്താ മതി എന്ന് പറയുന്ന ഒരവസ്ഥ വരും. ധാരാളം ഇന്ന് കാലത്ത് വളരെയധികം വളർന്നിട്ടുള്ള ഒരു ഫിത്നയാണിത്. പല പേരുകളിൽ
അഹ്ലുൽ ഖുർആൻ എന്നുള്ള പേരിൽ, ഖുർആനിയൂൻ എന്നുള്ള പേരിൽ നമ്മുടെ നാടുകളിൽ കുറച്ചു കാലം മുമ്പ് തന്നെ ചേകന്നൂർ മൗലവി എന്ന പേര് അവർ കുറച്ച് പറഞ്ഞു പരത്തിയിരുന്നു. ഇപ്പൊ അവർക്ക് ഖുർആൻ തന്നെ വേണ്ട, ഒരു ദീൻ തന്നെ വേണ്ട എന്നുള്ള നിലക്ക് പോയി, അത് വേറെ വിഷയം. അതിനു പുറമെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സോൾ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയായിട്ട് പിന്നെ ഉള്ള ആളുകളുണ്ട്, ഖുർആൻ മാത്രം എടുക്കുന്ന ആളുകൾ. അങ്ങനെ പല രീതിയിൽ ഖുർആൻ മാത്രം എടുക്കുന്ന ആളുകൾ അവര് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമില്ലാത്ത ഖത്ഈയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രമാണമാണ്. എന്നാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. ഹദീസിൽ മുത്തവാത്തിറായ ഹദീസുകൾ ഉണ്ടാവും, അഹാദായ ഹദീസുകൾ ഉണ്ടാവും. നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരു സംഘം സഹാബികളിൽ നിന്നും അതിന് താബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾക്കാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയാം. അഹാദായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ അത്ര വരില്ല, ആ ചുരുക്കത്തിൽ വരുന്നത്, ആ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകളാണ് അഹാദ ഹദീസുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഹദീസുകൾ ഇങ്ങനെ വ്യത്യസ്ത ഇനമാണ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ഖുർആൻ മാത്രം മതി എന്ന നിലയ്ക്ക് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ആ ഫിത്നയെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, അതിന്റെ അപകടം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഖവാരിജുകൾ, അവർക്ക് സംഭവിച്ചത് അതാണ്. അവർ ഖുർആനിനെ അവർക്ക് മനസ്സിലായതുപോലെ വ്യാഖ്യാനിച്ചു. അവർക്ക് എന്താണോ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് തോന്നിയത് അവരത് മനസ്സിലാക്കി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്താണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് എന്നവര് ആലോചിച്ചില്ല, അവരത് പഠിക്കുകയും ചെയ്തില്ല. അങ്ങനെ അവര് ഹദീസുകൾ നിഷേധിച്ചു. എന്നാൽ ചില കൂട്ടരെ കാണാൻ സാധിക്കും, അവര് മൊത്തമായിട്ടും ഹദീസുകളെല്ലാം നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളുണ്ട്. മറ്റു ചിലർ ഇതിൽ വളരെ തന്ത്രപൂർവം ആളുകളെ കുഴപ്പത്തിലാക്കും. അവർ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മുത്തവാത്തിറായ ഹദീസുകൾ അഖീദക്ക് നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ അഹാദായ ഹദീസുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. മുത്തവാത്തിറായ, പ്രത്യേകിച്ച് മുഅ്തസില വിഭാഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളിൽ ഒരുപാടെണ്ണം നിഷേധിക്കാൻ കാരണമാക്കുന്ന, അള്ളാഹുവിന്റെ അസ്മാകൾ നിഷേധിക്കാനെല്ലാം എടുക്കുന്ന ഒരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹാദായ ഹദീസുകളെ അഖീദക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വിശ്വാസം പഠിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ മുത്തവാത്തിറായ ഹദീസുകൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അഹാദായ ഹദീസുകൾ ഇബാദത്തുകളിലും മുആമലാത്തുകളിലും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹാദാവട്ടെ മുത്തവാത്തിറാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി കൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസ് വ്യക്തമായ തെളിവാണ്. അത് വ്യക്തമായ തെളിവായി സംശയമില്ല. നമ്മൾ ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുക്കിയ വലിയൊരു വഴിയാണത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റാഫിദിയാക്കൾ, ഷിയാക്കളിലെ പിഴച്ചുവേഗം, അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ ഇപ്പോഴും വ്യഭിചാര ആരോപണം പറയും. ആയിഷ റളിയല്ലാഹു അൻഹയെ ശപിക്കുന്ന വാക്കുകൾ ഇപ്പോഴും പറയും. അവർ ആ നിലയിൽ ആയിഷ റളിയല്ലാഹുവിനെ തല്ലി. അതുപോലെ തന്നെ ഒരു കൂട്ടർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിയെ തല്ലി. ഈ രണ്ട് ആയിഷ റളിയല്ലാഹുവിനെയും അബൂ ഹുറൈറ റളിയല്ലാഹുവിനെയും തള്ളിക്കഴിഞ്ഞാൽ ലഭിക്കുന്നവരുടെ നേട്ടം എന്താണെന്നറിയോ? ഒരു വലിയ വിഭാഗം ഹദീസുകൾ അവർക്ക് എന്ത് ചെയ്യുക? നിഷേധിക്കാം. കാരണം ഏറ്റവും അധികം ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള രണ്ടാളുകളാണ് ഇവര്. അതും അഹാദായ ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാടുണ്ട്, അതും അഖീദപരമായിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കള്ളനാണ് അല്ലെങ്കിൽ കളവായി പറയുന്നവനാണ് എന്ന രീതിക്ക് തള്ളിക്കഴിഞ്ഞാൽ എന്ത് രക്ഷപ്പെട്ടു? ഇസ്ലാമിന്റെ അടിസ്ഥാനമായ അഖീദയിൽ എന്തും കൂട്ടിച്ചേർക്കാൻ അവർക്ക് സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ഒരുക്കിയത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസ് അത് സിഹത്ത് ശരിയാണെങ്കിൽ അത് മുത്തവാത്തിറായാലും അഹാദായാലും നാം ഒരേ രീതിയിൽ തന്നെ സ്വീകരിക്കണം. സഹാബാക്കൾ അങ്ങനെയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യ കാലത്ത് ഖിബ്ല ഏതായിരുന്നു? ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. അങ്ങനെ ഒരു അസ്ർ നമസ്കാരത്തിൽ സഹാബാക്കൾ നമസ്കരിക്കുമ്പോൾ ഖിബ്ല മാറി എന്നുള്ള വഹി ഇറങ്ങുകയും ഖിബ്ല മാറി എന്നറിയും സഹാബാക്കൾ നേരെ എങ്ങോട്ട് തിരിഞ്ഞു? കഅബയിലേക്ക് തിരിഞ്ഞു. അതിൽപ്പെട്ട ഒരു സഹാബി ആ നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോഴാണ് മറ്റൊരു കൂട്ടം സഹാബാക്കൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നത്. അപ്പൊ ഈ സഹാബി എന്ത് ചെയ്തു? ഇവരെ അറിയിച്ചു കഅബ മാറിയതായിട്ട് വഹി ഇറങ്ങിയിട്ടുണ്ട്. ബുഖാരിയിലുള്ള സംഭവമാണ്. ഖിബ്ല മാറിയിട്ടുണ്ട്, ഖിബ്ല കഅബയിലേക്ക് ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ആ സഹാബാക്കൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ഒരാൾ വന്ന് പറഞ്ഞിട്ടുള്ളൂ, ഒരു കൂട്ടം വന്ന് സഹാബാക്കൾ പറഞ്ഞാലേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടില്ല. വിശ്വസ്തരായ സിഹത്ത് ശരിയാണെങ്കിൽ ആ ഹദീസ്
നമ്മൾ പ്രമാണമായി സ്വീകരിക്കും. അതാണ് നാം ഗൗരവത്തിൽ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഉസൂൽ ഹദീസും എല്ലാം പഠിക്കുമ്പോൾ അതിന്റെ ആശയത്തിലുള്ള വ്യത്യാസവും ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ വ്യക്തി പറയുന്നത് ഖുർആനിലുള്ളത് നമുക്ക് ഹലാൽ, ഖുർആനിലുള്ളത് നമുക്ക് ഹറാം, ഹറാമാക്കിയത് ഹറാം, എന്നാൽ ബാക്കിയുള്ളത് നമ്മൾ എടുക്കേണ്ടതില്ല എന്നുള്ളത്. ഒരിക്കലും സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇല്ലാതെ ദീൻ പൂർണ്ണാവൂല എന്ന് മാത്രമല്ല, ദീനിന്റെ അടിസ്ഥാനം തന്നെ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ ഖുർആൻ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഖുർആനിൽ മുജമലായി പറഞ്ഞ, മൊത്തത്തിൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിനെ മുഫസ്സലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു തരണം. ഉദാഹരണത്തിന് ഖുർആനിൽ എന്ത് ഹറാമാണെന്ന് പറഞ്ഞു? ശവം മൊത്തത്തിൽ ഹറാമാണെന്ന് പറഞ്ഞു. അവിടെ എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒഴിവാക്കി? ജറാദും അതുപോലെ മത്സ്യവും ഒഴിവാക്കി. അതുപോലെ രക്തത്തിന്റെ വിഷയത്തിൽ തിഹാലും കബലും, കരളും പിന്നെ പ്ലീഹ, ഇതിനെ ഒഴിവാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഖുർആനിൽ മൊത്തമായി പറഞ്ഞതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി വേർതിരിച്ച് പറഞ്ഞിരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഖുർആനിൽ നമസ്കരിക്കാനുള്ള കൽപ്പനയുണ്ട്. നിങ്ങൾ നമസ്കരിക്കണം, അഖീമുസ്സലാ, നമസ്കാരത്തിന്റെ രൂപമോ അല്ലെങ്കിൽ റക്അത്തുകളുടെ എണ്ണമോ അതിന്റെ ബാക്കിയുള്ള കൃത്യമായ കാര്യങ്ങൾ ആരാണ് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആൻ മാത്രം എടുക്കുന്ന ആളുകൾ എങ്ങനെയാണ് നമസ്കരിക്കുക? സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞ കാര്യം സൂറത്തു നഹ്ലിലെ 44-ാമത്തെ ആയത്ത്, ഇത് നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ആയത്താണ്. അല്ലാഹു തആല പറഞ്ഞു, വ അൻസൽനാ, നാം ഇറക്കി, ഇലൈക, നിനക്ക്, അദ്ദിക്റ, ദിക്റിനെ, ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടതിനെ. 2 തവണയാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? ഇറക്കി എന്ന് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് എന്താ? ഞാൻ ഇതാ നിനക്ക് ഇറക്കിയിരിക്കുന്ന ഒരു ദിക്റിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഇറക്കപ്പെട്ടത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് പറഞ്ഞ എന്താണ്? ഹദീസാണ്. ഹദീസിനെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഹദീസിനെ ഞാൻ വഹ്യായിട്ട് ഇറക്കുന്നു. എന്തിനു വേണ്ടി? അവർക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. എന്ത് വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണിത്. ഇതിനെ സംബന്ധിച്ച് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഹദീസുകളെ തള്ളുകയും, അഖലാനിയത്ത്, ഹദീസുകളെ അവരുടെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിന് യോജിച്ചു വരുന്നത് സ്വീകരിക്കുക, ഖുർആന് യോജിച്ചു വരാത്തത് സ്വീകരിക്കാതിരിക്കുക. സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനിനെതിരായിട്ട് വരില്ല, ഉറപ്പ്, അതിൽ യാതൊരു സംശയവുമില്ല. സ്വഹീഹായിട്ടുള്ള ഒറ്റ ഹദീസ് പോലും ഖുർആനിനെതിരായിട്ട് വരില്ല. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സക്കാത്തിന്റെ വിഷയം, അല്ലാഹു തആല സക്കാത്ത് നൽകാൻ പറഞ്ഞു. സക്കാത്തിന്റെ അളവ്, അതുപോലെ തന്നെ ആടിന് എത്രയാണ്, ഒട്ടകത്തിന് എത്രയാണ്, പശുവിന് എത്രയാണ്, കടം ഉണ്ടെങ്കിൽ എത്രയാണ്, കച്ചവടത്തിന് എത്രയാണ്, അല്ലെങ്കിൽ വെള്ളം നനച്ചു വളരുന്നത്, അങ്ങനെ പല അളവുകൾ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞതാണ്, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, കളവ് നടത്തുന്ന ആണോ പെണ്ണോ അവരുടെ കൈ നിങ്ങൾ എന്ത് ചെയ്യണം? വെട്ടണമെന്ന് പറഞ്ഞു. കൈ വെട്ടണമെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എത്ര കട്ടാലാണ് കൈ വെട്ടേണ്ടത്, എവിടെയാണ് കൈ വെട്ടേണ്ടത്, എങ്ങനെയാണ് വെട്ടേണ്ടത്, ഇത് ഖുർആനിൽ കാണില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയും അതിന്റെ മാതൃക കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക നിയമത്തിൽ ഒരാൾ കട്ടെടുത്തുന്ന ഒരു ദിനാറിന്റെ 1/4 അതിന്റെ അളവിൽ കട്ടെടുത്താൽ അവരുടെ വലത് കൈ ഈ കൈപ്പത്തിയുടെ അവിടെ നിന്ന് വെട്ടണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ മാത്രം എടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദീനിനെ അതിന്റെ പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാനോ അത് പാലിക്കാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഇന്ന് വളർന്നു വരുന്ന ഒരു വലിയ ഫിത്നയാണിത്. ഹദീസുകളെ ബുദ്ധിക്ക് യോജിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഹദീസുകളെ ചിലതിനെ തള്ളുക, അവർക്ക് ബുദ്ധിക്ക് യോജിച്ച എടുക്കുക, അല്ലാത്തതിനെ തള്ളുക. അല്ലെങ്കിൽ ഖുർആനിനോട് യോജിച്ച ഹദീസുകളെ മാത്രം എടുക്കുക, ഖുർആനിനോട് ബാഹ്യമായിട്ട് യോജിക്കാത്തതിനെ തള്ളുക. ഖുർആനിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആനിലൊരു ആയത്തിന് മൻതൂഖായ അർത്ഥം ഉണ്ടാവും, മഫ്ഹൂമായ അർത്ഥം ഉണ്ടാവും. മൻതൂഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആയത്തിന്റെ നുത്ഖ്, ആ വാചകത്തിന്റെ അർത്ഥം ഉണ്ടാവും. മഫ്ഹൂമായ അതിന്റെ അകത്തുള്ള ആശയം ഉണ്ടാവും. മഫ്ഹൂം തന്നെ മഫ്ഹൂം മുഖാലഫ, മുവാഫഖ, അങ്ങനെ വേറെ 2 തരത്തിലുണ്ടാവും. അത് തന്നെ വീണ്ടും വേറെ തരങ്ങളിൽ ഉണ്ടാവും. അതെല്ലാം തഫ്സീറിന്റെ ഉസൂലുകളുമായി ബന്ധപ്പെട്ട് വേറെ വിഷയങ്ങളാണ്. എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഖുർആനിനെ മൻതൂഖായിട്ടുള്ള അതിന്റെ ബാഹ്യമായിട്ട് അവർക്ക് എന്താണോ അർത്ഥം തോന്നുന്നത് ആ രീതിയിൽ എടുക്കും.
എന്നിട്ട് അതിനെ അവര് പിന്നെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, പല ഖുതുബ നടത്തുന്ന ആളുകളും ദീനി ദഅവത്ത് നടത്തുന്ന ആളുകൾ പോലും പല ആയത്തുകളെയും അതിന്റെ ആയത്തിന്റെ ആശയം എടുക്കും, ഒന്നെങ്കിൽ മലയാളത്തിൽ അർത്ഥം വായിക്കും, അല്ലെങ്കിൽ ആയത്തിന്റെ അറബി അറിഞ്ഞ് ആ അർത്ഥം എടുക്കും, എന്നിട്ട് അവർ അതിനെ പ്രസംഗിക്കും. പക്ഷെ പൂർണ്ണമായി തെറ്റായ അർത്ഥമായിരിക്കും അതും. ഒരു ഉദാഹരണം പറഞ്ഞാണെങ്കിൽ പല ആളുകളും പറയുന്ന ഒരു ആയത്താണ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ആ ആയത്ത്, പിന്നെ അല്ലാഹു തആല ഒരു ജനതയെ മാറ്റൂല അവരുള്ളത് മാറാതെ. പല ആളുകളും നമ്മൾ പലപ്പോഴും പ്രസംഗത്തിൽ കേൾക്കുന്നതാണ്, അവർ ഈ ആയത്തിനെ പറയാറുള്ളത് എന്തർത്ഥത്തിലാണ്? നിങ്ങൾ മാറാതെ അല്ലാഹു തആല നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കൂല. എന്നാൽ അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ തഫ്സീറുകളിൽ അതല്ല അതിന്റെ അർത്ഥം. തഫ്സീറുകളുടെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് സമ്പത്തും ഐശ്വര്യവും എല്ലാം ഇല്ലാതാക്കില്ല, അവർ നന്മ ചെയ്യുന്നത് ഒഴിവാക്കി പാപം ചെയ്യുമ്പോഴല്ലാതെ. അതാണ് ആ ആശയത്തിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറും. എന്നാൽ ബാഹ്യമായിട്ടുള്ള അർത്ഥം മാത്രം എടുത്ത് ആളുകൾ അവതരിപ്പിക്കും. അതാണ് പറഞ്ഞത്, ഖുർആനിനെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹാബാക്കൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്വന്തമായി നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ആശയമോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടല്ല ഖുർആനിനെ നാം മനസ്സിലാക്കേണ്ടത്. ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് ചെയ്ത കാര്യവുമാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുത്തവാത്തിറും ആഹാദും, ഈ ബാബിന്റെ തുടക്കത്തിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആഹാദ്, എന്താണ് മുത്തവാത്തിർ, അതിന്റെ ഈ 3 ഇനങ്ങൾ എല്ലാം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 ഹദീസുകളുടെ ഈ മുത്തവാത്തിർ ആഹാദ് എന്ന് കൊണ്ടുവന്നത് തന്നെ മുഅ്തസിലികളാണ്. കാരണം അവർക്ക് ഈ ദീനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉസൂൽ കൊണ്ടുവന്നത് തന്നെ അവരാണ്. അപ്പൊ ഈ ഒരു തത്വത്തിലൂടെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹദീസുകളെ തള്ളുകയും വിശ്വാസത്തിൽ അള്ളാഹുവിന്റെ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിൽ വിശ്വാസത്തിൽ വലിയ പിഴവ് കൊണ്ടുവരാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത് ഒരുക്കിയത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രീതിയിൽ നമുക്ക് താക്കീത് ചെയ്ത കാര്യം, അലാ വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലു മാ ഹറമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതുപോലെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതുപോലെയാണ്. മുമ്പ് സൂചിപ്പിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പച്ചകുത്തുന്ന ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഇത് ഖുർആനിലുണ്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവരുന്നത് നിങ്ങൾ സ്വീകരിക്കുക, റസൂലുള്ള വിരോധിച്ച് നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, മയ്യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ റസൂലിനെ അനുസരിച്ചത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള, ആരാണോ തിരിഞ്ഞു പോകുന്ന നബിയെ നിങ്ങൾ അവർക്കൊരു സംരക്ഷകനായിട്ട് അയച്ചിട്ടില്ല. വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെട്ടേക്കാം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. അപ്പൊ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പിന്നെ നാം ഓരോരുത്തരും തുല്ലാബുകൾ വളരെ ഗൗരവത്തിൽ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഖുർആനിനെ ഹദീസിന്റെ അടിസ്ഥാനത്തിലും സ്വഹാബാക്കളുടെ ഫഹ്മിന്റെ അടിസ്ഥാനത്തിലുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത രീതിയിൽ ഖുർആനിനെ സ്വന്തം ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ പല രീതിയിലാണ് സൂചിപ്പിച്ചതിൽ, മൊത്തമായി ഹദീസിനെ നിഷേധിക്കുന്നവർ, മുത്തവാത്തിറും ആഹാദുമായി നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ചത് എടുക്കുന്നവർ, ബാക്കിയുള്ളത് തള്ളുന്നവർ, ആ നിലക്ക് പല രീതിയിലുണ്ട്. നാം ഇതിന്റെ ഒരു അടിസ്ഥാനം പറഞ്ഞാൽ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ പ്രമാണം എന്നുള്ള നിലക്ക് ഖുർആനിനോടൊപ്പം നിൽക്കുന്നതാണ്. പ്രമാണം എന്നുള്ള നിലക്ക് ഖുർആനും സ്വഹീഹായ ഹദീസുകളും ഒരേ സ്ഥാനത്താണ്. അതുകൊണ്ട് മാത്രമേ ദീന് നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ദീനിൽ ആളുകൾക്ക് എന്തും കടത്തിക്കൂട്ടാം, എന്തും ഒഴിവാക്കാം, ആളുകളുടെ ഹവക്കനുസരിച്ച് അതിന് മാറ്റാം. നമ്മുടെ ദീനിനെ സംരക്ഷിക്കണമെങ്കിൽ എന്തൊരു ഫിത്ന ഉണ്ടാകുമ്പോഴും ഈ ഒരു ചട്ടക്കൂടിനകത്ത് നാം നിൽക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹവക്കനുസരിച്ച് പറയുന്നില്ല. ദീനിന്റെ വിഷയങ്ങളിൽ ഒന്നും തന്നെ റസൂലുള്ളാഹിക്ക് തോന്നിയ രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താണ്? കൃത്യമായ വഹ്യാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹ്യാണത്. അതുകൊണ്ടാണ് ഉലമാക്കൾ ഹദീസിനെ അൽ വഹ്യു സാനി എന്ന് പറയാറുള്ളത്, ഖുർആനിനെ അൽ വഹ്യുൽ അവ്വൽ എന്നും
പറയാറുള്ളത്. അതുകൊണ്ട് ഈ ഹദീസിൽ ഗൗരവമായിട്ടുള്ള ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഹദീസിനോട് നാം കാണിക്കേണ്ട കൂറ്, ഖുർആൻ മനസ്സിലാക്കുമ്പോൾ ഹദീസ് ഒപ്പം പഠിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യം, അങ്ങനെ പല കാര്യങ്ങളും ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസോടുകൂടി ഈ ബാബ് ഇവിടെ അവസാനിക്കുകയാണ്. ബാബ് ഹഖൂഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കുകൾ. അടുത്ത ബാബ് ബാബു തഹ്രീദിഹി അലാ ലുസൂമിസ് സുന്ന വതർഗീബ് ഫീ ദാലിക വതർക്കിൽ ബിദ്അ വതഫറുഖ് വൽഇഖ്തിലാഫ് വത്തഹ്ദീർ മിൻ ദാലിക. അതായത് സുന്നത്തിനോട് യോജിച്ച് നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രോത്സാഹനവും അതുപോലെ തന്നെ ബിദ്അത്ത് ഒഴിവാക്കാനും പരസ്പരം ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒഴിവാക്കാനും അതിനെക്കുറിച്ചുള്ള താക്കീതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളും സഹാബാക്കളുടെ ഖൗലുകളുമാണ് അടുത്ത ബാബിൽ വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ആരംഭിക്കാം. അപ്പൊ ഇവിടെ പറയുന്ന വിഷയങ്ങൾ, ഈ കഴിഞ്ഞ ബാബിൽ നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം വീട്ടിൽ കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്. അത് റസൂലുള്ളാഹിനോടുള്ള അനുസരണം, റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള വിശ്വാസം ശരിയാവാതെ ഒരാളും മുസ്ലിം ആവുകയില്ല. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് ശരിയാവാതെ ഒരാളും ഈമാനിന്റെ ഉന്നതിയിലെത്തുകയില്ല, ഈമാനിന്റെ പൂർണ്ണത ആസ്വദിക്കുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ പ്രമാണമായി അംഗീകരിക്കാതെ ഒരാളുടെ ഇസ്ലാം ശരിയാവുകയുമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ഹക്കുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് നമുക്ക് അടുത്ത ദർസിൽ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ ഇൽമ് നേടാനുമുള്ള തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ.